എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ? അങ്ങനെ ഒരു ഓണം കൂടെ നമ്മുടെ പടിവാതിൽക്ക് വന്നു ദേ. ഓണംന്ന് പറഞ്ഞാ ദാ കണ്ണടച്ച് തുറക്കുമ്പഴത്തേക്കും ഓണം അങ്ങ് വന്നു പോവൂല്ലേ? അപ്പൊ ദേ പാറുക്കുട്ടി എന്തായാലും ഉത്രാടപ്പാച്ചിലിലാണ് ട്ടാ. അവള് പൂക്കളം ഇട്ടിട്ട് അവൾക്ക് അങ്ങട് മതിയായിട്ടില്ല. കുറേ പൂക്കളൊക്കെ ദേ ഇരുന്ന് അരിഞ്ഞു കൂട്ടുന്നുണ്ട്. വൈകുന്നേരത്തെ കളത്തിലിടാനായിട്ട് വേണ്ടിയിട്ടാണ് ട്ടാ. അവൾക്ക് എന്തോരം പൂ കിട്ടിയിട്ട് തൃപ്തിയായിട്ടില്ല. ഇനിയും ഇടണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ഞാൻ അവള് പൂക്കളം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു ട്ടോ. അപ്പൊ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാണ്. പിന്നെ മുറുക്ക് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കണത്. നിങ്ങൾ എന്തോരം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കുക. ഞാൻ വലിയ റെസിപ്പി പറയാനൊന്നുമല്ല കേട്ടോ ഇന്ന് ഓണായിട്ട് വന്നേക്കണത്. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും വെള്ളവും നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു കളറിനും കൂടെ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ട്ടോ നന്നായിട്ട് കൈ വെച്ച് നമുക്ക് കുഴയ്ക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും. അപ്പം ഞാനിതിലേക്ക് കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരുപാട് ചൂടൊന്നും ആറണ്ട. ചെറുത് ചൂടോട് കൂടി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് അങ്ങോട്ട് എടുക്കാം ട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമ്മളിട്ട പൊടികളും കായം പൊടിയും മുളക് പൊടിയൊക്കെ എല്ലായിടത്തും വരുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ട്ടോ അതിലേക്ക്. എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. അപ്പോൾ അത് ഒഴിച്ചു. വെളിച്ചെണ്ണ മാത്രം നമുക്ക് തികയില്ല. അപ്പോൾ വേറെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സേവനാഴി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുറുക്കിൻ്റെ അച്ചുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് പീച്ചി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുറുക്കായിട്ട് കിട്ടും ട്ടോ. എൻ്റെ ഉത്രാടത്തിൻ്റെ പലഹാരമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി, പിന്നെ എള്ളുരുണ്ട ഉണ്ടാക്കി, അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ പാറുക്കുട്ടി ഇതൊന്നും തിന്നില്ല. അവൾക്ക് മുറുക്കുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുറുക്കുണ്ടാക്കിയതാണ് കേട്ടോ. കുഞ്ഞിന് ഉണ്ണിയപ്പം മതി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ആയതുകൊണ്ട് പല സെക്ഷനിലാണ് പലഹാരം ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ എല്ലാ കൂട്ടുകാരും ഓണപ്പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വലിയ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വലിയ വലിയ വിഭവങ്ങളാണെന്നൊന്നും പറയാൻ പറ്റില്ല. സിമ്പിൾ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പണി എളുപ്പം നോക്കിയിട്ടുള്ള വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളെ വിശേഷ ദിവസങ്ങളിൽ പലഹാരവും എല്ലാം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു ദിവസം പകുതി മുക്കാൽ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഈ വിശേഷ ദിവസങ്ങൾക്ക് വല്ല കടയിൽ നിന്ന് വല്ല പാക്കറ്റ് പലഹാരമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട് ട്ടാ. അങ്ങനെ നമ്മുടെ മുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ട്ടാ. ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ദേ നമ്മുടെ ഓണത്തിൻ്റെ പലഹാരം ഉണ്ണിയപ്പവും മുറുക്കാണ് ട്ടാ. നമ്മളിങ്ങനെ ചിറ്റിച്ചിട്ടിട്ട് അതിങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള മുറുക്കായിട്ട് കിട്ടും ട്ടാ. അപ്പോൾ ഇനി നമുക്ക് ഓണത്തിന് പൂ പൊട്ടിക്കാൻ പോകാനുള്ള പരിപാടിയിലാണ് ട്ടാ. ഓണത്തിന് പൂ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഉത്രാടത്തിന് തൃക്കാരത്തുമ്മ വെക്കാനായിട്ടുള്ള ആറാം മാസപ്പൂ എന്നൊക്കെയാണ് ട്ടോ ഞങ്ങളിവിടെ പറയാറ്. ആ പൂ പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് പൊട്ടിക്കാനും കൊടുക്കാനൊന്നും പറ്റാത്ത കാരണം പാറുക്കുട്ടി പാവം ഇതൊക്കെ നടന്ന് ചെയ്യുന്നുണ്ട് ട്ടാ. പാറുക്കുട്ടിക്ക് എന്തായാലും പൂക്കളം ഇട്ടിട്ട് മതിയായിട്ടില്ല. അവള് എവിടെ പൂ കണ്ടാലും അവിടുന്നൊക്കെ അതേ കൊട്ടയും കൊണ്ട് നടന്ന് കിള്ളി പറിക്കുന്നുണ്ട് ട്ടാ. ഇത് നമ്മുടെ അവിടെ ഇപ്പം നമ്മൾ പൊട്ടിച്ചില്ലേ ചുവന്ന പൂ, അതിൻ്റെ വെള്ള പൂവാണ് ട്ടാ. അപ്പോൾ പാറുക്കുട്ടി അതിൻ്റെ വെള്ളപ്പൂവൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്നിട്ട് അവളെന്തോ ഒരു നാലുമണിപ്പൂന്ന് എന്തോ പറയണ്ടേ, എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല ട്ടാ. അപ്പം നമ്മൾ തൃക്കാരത്തുമ്മ വെക്കാനുള്ള ആറാം മാസപ്പൂവൊക്കെ ആയിട്ട് ഇതേ പാറുക്കുട്ടി പോവാണ്. പിന്നെ വഴിയിൽ നിന്ന് നമ്മൾ തുമ്പപ്പൂ പൊട്ടിച്ചു ട്ടാ. തുമ്പയില്ലേ വെള്ളത്തുമ്പ, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. കാശിത്തുമ്പോന്ന് എന്തോ പറയും എനിക്ക്. ആ തുമ്പയും പൊട്ടിച്ചു. അങ്ങനെ നമ്മൾ വരുമ്പോൾ ദേ നമ്മുടെ അവിടെ കുമ്പളങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം നാളെ നമുക്ക് ഓണത്തിന് കറി വയ്ക്കാൻ അത് പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പോന്നു. അപ്പോൾ ദേ പാറുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ദേ മാവേലീനെ തൃക്കാരത്തിന് അണിയിക്കുകയാണ് കേട്ടോ. അരിപ്പൊടി നമ്മൾ അരച്ചതുകൊണ്ട് അണിയിക്കുകയാണ്. വലിയ കാര്യമായിട്ട് അണിയിക്കില്ല. ആൾക്ക് അറിയില്ല കറക്റ്റായിട്ട്. എന്നാലും അവൾക്ക് പറ്റണ പോലെ അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് ആ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അവൾക്ക് കാര്യമായിട്ട് അറിയില്ല. അവൾ കുഞ്ഞല്ലേ. അപ്പോൾ അവൾക്ക് അറിയണ പോലെ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എനിക്കെല്ലാം നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്തായാലും. അപ്പോൾ അവൾക്ക് പറ്റണ പോലെ അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ.
പാറുക്കുട്ടി തന്നെയല്ലേ തൃക്കാരത്തിനെയൊക്കെ അണിയിക്കാനൊക്കെ ഇരിക്കണേ. അപ്പം അത് കാരണം ആള് നേരത്തെ ഒരു 5 മണി 5:30 ആയപ്പോൾ തന്നെ ആള് ഇതൊക്കെ അണിയിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലാണ് 8 മണിയാകുമ്പോഴത്തേക്കും കഴിയുള്ളൂ. പിന്നെ 8:30ക്ക് പാറുക്കുട്ടിയും കുഞ്ഞനും സിനിമയ്ക്ക് പോവാണ്. അനിയൻ വരും. അവർക്ക് 2 പേർക്കും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും കൂടി സിനിമയ്ക്ക് പോവാണ്. അപ്പം അതിനു മുമ്പ് ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം ആൾക്ക് പോവാനായിട്ട്. അപ്പോൾ പാറുക്കുട്ടിക്ക് പറ്റണ പോലെ ആൾ ഓടി നടന്ന് ദേ എല്ലാം അണിയിച്ചൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. പാറുക്കുട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ ദേ പൂവടയൊക്കെ വെച്ച് നമ്മൾ തൃക്കാരപ്പന് നേദിച്ച് ഓണം കൊണ്ടു. ഇത്ര നേരത്തെ കഷ്ടപ്പാടിന്റെ ഇതുകൊണ്ട് തന്നെയാണോന്നറിയില്ല, പാറുക്കുട്ടീൻ്റെ അടുത്ത് മാവേലിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ മാവേലിനെ നമ്മൾ പറഞ്ഞ പോലെയാണോ വിളിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞത് എന്തായാലും ആൾക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് മതിയായില്ല. കുറേ പ്രാവശ്യം അങ്ങോട്ട് നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, മാവേലി എന്തായാലും അവളുടെ ഓണം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.